വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി എന്ന ഒരു വരി കൊണ്ട് ഏകദേശം 4 നൂറ്റാണ്ടിനപ്പുറം മലയാളിയെ വാർത്തയുടെ സ്പന്ദനങ്ങൾ അറിയിച്ച ഹക്കിം കൂട്ടായി അദ്ദേഹം ആകാശവാണിയുടെ പടികളിറങ്ങുന്ന അവസാന ദിവസമാണെന്ന് അദ്ദേഹത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനാവുന്നു. നമസ്കാരം. നമസ്കാരം. ഈ ഹക്കിം കൂട്ടായി എന്നുള്ള ഒരു വാക്ക് റേഡിയോയിലൂടെ വരുന്നതോടുകൂടി ആളുകൾക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ഇൻഫോർമേഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ ഈ ഇൻഫോർടൈൻമെൻറ്റ് എന്നൊക്കെയുള്ള വാക്കൊക്കെ മലയാളിയിലേക്ക് എത്തുന്നതൊക്കെ സാറ് വരുന്ന വഴിയിലൂടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 27 വർഷം കഴിഞ്ഞ് 28ാമത്തെ വർഷത്തിലേക്ക് പോകും. 28ാമത്തെ വർഷം വാർത്തകളുടെ ലോകത്ത്. അന്ന് ഒരു 33ാമത്തെ വയസ്സിൽ ഈ ജോലിക്ക് കയറിയ ആദ്യ ദിനമുണ്ടല്ലോ. ആ ദിനത്തെ ഇപ്പോൾ ഓർത്തെടുത്താൽ എങ്ങനെയുണ്ടാവും? അത് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറിയത് 1997 നവംബർ 28-നാണ്. ഡൽഹിയിലായിരുന്നു ആദ്യത്തെ പോസ്റ്റിംഗ്. അപ്പം കേരളത്തിൽ നിന്ന് ഡൽഹി പോകുമെന്ന് പറഞ്ഞാൽ അന്ന് ഡൽഹി അത്ര ഒരു സുഖകരമായ അന്തരീക്ഷമല്ല. അതെ. അപ്പോൾ ഡൽഹി പോകുമ്പോൾ വീട്ടുകാർക്ക് മറ്റുള്ളവർക്ക് ആശങ്കയുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ബോംബ് കിട്ടുന്നു, പ്രയാസങ്ങളുണ്ടാവുന്നു, അങ്ങനെ. പക്ഷേ എൻ്റെ മനസ്സ് മുഴുവൻ അന്ന് ഒരാളെ കാണണം എന്നായിരുന്നു. അതായത് ഞാൻ ചെറുപ്പനാൾ തൊട്ട് കുഞ്ഞുനാൾ തൊട്ട് കേട്ടുകൊണ്ടിരുന്നൊരു പേരുണ്ട്, അത് ഗോപൻ്റെ ആയിരുന്നു. കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. ശ്വാസകോശം. അതെ. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഈ ഉത്സവപ്പറമ്പുകളിൽ അതുപോലെ തന്നെ ക്ലബ്ബുകളുടെ വാർഷികങ്ങളിലൊക്കെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഒരു കാണിയായിട്ട് നിൽക്കുമ്പോൾ മിമിക്രി ആർട്ടിസ്റ്റുകൾ അവർ ചെയ്തിരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കളെക്കാൾ ഉപരി സിനിമാ താരങ്ങളെക്കാൾ ഉപരി ഗോപൻ്റെ ശബ്ദം അനുകരിക്കുക. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ എന്നിട്ടാണ് പറയാം. അതെ. അന്ന് തൊട്ടേ ഗോപൻ സാറെ കാണണം എന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചിന്തയായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് അധികം വിട്ടു നിൽക്കാറില്ല. എപ്പോഴും വീടും അന്തരീക്ഷമൊക്കെ ആയിട്ട് ഒന്നിച്ച് പോകണം എന്നുള്ള ഒരാഗ്രഹക്കാരാണ് ഞാൻ. അപ്പോൾ ഇദ്ദേഹത്തെ കാണുന്ന വലിയ ആഗ്രഹത്തോടു കൂടി ആണ് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ഞാൻ പോകുന്നത്. അപ്പോൾ കാണണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് മലയാളം ന്യൂസ് നിയന്ത്രിക്കുന്നത്, ഇൻചാർജായിട്ട് നിയന്ത്രിക്കുന്നത് ഗോപൻ സാറാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു വലിയ സന്തോഷം ഉണ്ടായി. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നവംബർ 27 ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തതിന് ശേഷം 10 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് ഡിസംബർ 8-നാണ്. അപ്പോൾ എനിക്ക് ബുള്ളറ്റിൻ എല്ലാ ദിവസവും തരും വായിച്ചു നോക്കാൻ. ഓരോ ദിവസത്തെയും ബുള്ളറ്റിൻ വായിച്ചു നോക്കാൻ വേണ്ടി തരും. അപ്പോൾ ഡിസംബർ 8 ആയപ്പോൾ അന്ന് രാവിലെ ഞാനിരുന്ന് വായിക്കുമ്പോൾ അദ്ദേഹം വന്നു, ഗോപൻ സാർ വന്നു. ഗോപൻ സാർ വന്നിട്ട് പറഞ്ഞു, ഹക്കീം നന്നായിട്ട് വായിക്കണ്ടല്ലോ, അപ്പോൾ ഇന്ന് നമുക്ക് എയറിൽ പോയാലോന്ന് ചോദിച്ചു. ബുള്ളറ്റിൻ എയറിൽ പോയാലോന്ന് ചോദിച്ചു. ഓൺ എയർ ആണ്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം ഞാൻ ഒരു നിമിഷം കാത്തിരുന്നത്. അപ്പോൾ സാർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഡ്യൂട്ടി പ്രകാരം ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അവിടെ കാഷ്വലായിട്ട് വർക്ക് ചെയ്യുന്ന രാജശേഖരനുണ്ട്, ആളാണ് വായിക്കേണ്ടത്. അപ്പോൾ വൈകുന്നേരം അദ്ദേഹം ഡ്യൂട്ടിക്ക് വന്നപ്പം ഗോപൻ സാർ പറയുന്ന ഹക്കീം വായിക്കട്ടെ, നമുക്ക് രണ്ടുപേർക്കും കൂടി സ്റ്റാൻഡ് ബൈ ചെയ്യാൻ നിന്നിട്ട് ഹക്കീമിനെ കൊണ്ട് വായിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ നാട്ടുകാരെന്നോട് പറഞ്ഞിരുന്നു പിന്നെ 2 കാര്യങ്ങൾ അവർ പറഞ്ഞത്. ഒന്ന്, ഞാൻ പ്രീ ഡിഗ്രി തൊട്ടേ അറിയപ്പെടുന്ന ഹക്കീം കൂട്ടായി എന്നാണ്, പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് തന്നെ. അപ്പോൾ അതിൽ ആ കൂട്ടായി എന്നുള്ള പേര് കട്ട് ചെയ്യരുത്, അതില്ലാതെ വായിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അവരുടെ ഒരു ആവശ്യം എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ അറിയിക്കണം, ആദ്യമായിട്ട് വായിക്കുന്ന ദിവസം ഞങ്ങളെ അറിയിക്കണം. ഈ 2 ആവശ്യങ്ങളാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത് രാജശേഖരനോട് ഗോപൻ സാർ പറഞ്ഞു, ഒന്ന് ഹക്കീം വായിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ ഗോപൻ സാർ ചോദിച്ചു എന്ത് പേരിലാണ് വായിക്കണം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഹക്കീം കൂട്ടായി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഹക്കീം കൂട്ട അപ്പോൾ സാറിന് അറിയില്ലല്ലോ, സാറ് ഡൽഹിയിലല്ലേ, അപ്പം ആ പേരിലാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഗോപൻ സാർ പറഞ്ഞു അങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയാൻ കഴിയില്ല, ഒന്ന് ജാതി പേര് പറയാൻ പാടില്ല, സ്ഥലത്തിൻ്റെ പേര് പറയാൻ പാടില്ല, അപ്പോൾ അതില്ലാതെ വായിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഗോപൻ സാറോട് പറഞ്ഞു, അത് ഇപ്പോൾ ഒരാളിവിടെ വായിച്ചിരുന്നല്ലോ, മാവേലിക്കര രാമേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിൻ്റെ പേരോടുകൂടി. അപ്പോൾ പിന്നെ അന്ന് ഒരു ആക്ഷേപമില്ലല്ലോ. അപ്പം എനിക്കും അങ്ങനെ ചെയ്തോളൂ വെച്ചു. അപ്പോൾ പുള്ളി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഒന്ന് ശരി അങ്ങനെ വായിച്ചോളൂ. അപ്പം ഞാൻ എന്തോ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാരിൽ അറിയിക്കണമല്ലോ, ഒരു 2ാമത്തെ കണ്ടീഷൻ അതാണ്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ പൂർത്തിയായി. 2ാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ നമ്മൾ അറിയിക്കണം. അപ്പോൾ അന്ന് സംവിധാനങ്ങളൊന്നുമില്ല, മൊബൈൽ ഫോണില്ല, വീടുകളൊന്നും ലാൻഡ് ഫോണില്ല. ഞങ്ങൾ അവിടെ ആ ഗ്രാമപ്രദേശത്തുള്ള ആകെ ഒരു STD ബൂത്ത് മാത്രമാണ് അധികം ആളുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാൻ ബൂത്തിലേക്ക് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അവിടുത്തെ സംഘടനകളും യുവാക്കളോടൊക്കെ പറഞ്ഞു. വൈകുന്നേരം 7:25 ആദ്യത്തെ ബുള്ളറ്റിൻ എയറിൽ പോണത്. ആ സമയത്ത് അവിടെ അവർ ആ ഗ്രാമം മുഴുവൻ സ്പീക്കർ കെട്ടി പടക്കം പൊട്ടിച്ച് ഉത്സവമാണ്, ശരിക്കും ഒരു ഉത്സവമായിട്ട് ആഘോഷിച്ച് കളഞ്ഞു. അപ്പോൾ ആ ഗ്രാമീണരുടെ സ്നേഹം അന്ന് എത്രമാത്രം ഉണ്ടെന്നുള്ളത് അവിടെ ഇരുന്നുകൊണ്ട് അനുഭവിച്ചറിഞ്ഞൊരു സന്തോഷം അത് ഏറ്റവും വലുതല്ലേ. നമ്മുടെ ഗ്രാമത്തിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന ആളുകൾ, പിന്നെ വലിയ വലിയ ആളുകൾ, അവരൊക്കെ നമ്മുടെ കൂടെ
നമ്മുടെ മനസ്സോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത്രമാത്രം പിന്നെ നമുക്കൊരു എന്താ പറയുക സ്നേഹം നമ്മളെ സപ്പോർട്ട് വേറെ ഒന്നുമില്ലല്ലോ നമുക്ക്. അതിനപ്പോൾ നാട്ടിൽ നിന്നുള്ള പിന്തുണയ്ക്ക് അപ്പുറം വേറെ ഒന്നുമില്ലല്ലോ നമുക്ക് ജീവിതത്തിൽ. അതല്ലേ എനിക്ക് കിട്ടിയത്. അത് വലിയ സന്തോഷമായിരുന്നു. ഇപ്പോൾ ഔദ്യോഗിക ജീവിതത്തിൽ ഇപ്പോൾ എടുത്തു പറയാവുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത് 2004 സുനാമി ദിനങ്ങളെ ഓർക്കാനാണ്. അത് അത്ര ഓർക്കാൻ എളുപ്പമുള്ളതല്ലെങ്കിൽ പോലും സുനാമി റിപ്പോർട്ട് ചെയ്യുക, അതും കടൽക്കരയിന് അടുത്തുള്ള ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നുകൊണ്ട് തന്നെ സുനാമിയെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. ആ ദിവസങ്ങൾ, ആ ഭീതിയുടെ ദിവസങ്ങൾ എങ്ങനെയാ? ഞങ്ങളിവിടെ പുലർച്ചെ 3 മണിക്ക് 3-3:30 ആകുമ്പോൾ അന്ന് വന്നിരുന്നത്, ഡ്യൂട്ടിക്ക് വന്നിരുന്നു. 3:30 ആകുമ്പോൾ എത്തും. അപ്പോൾ ആ സമയത്ത് ഇവിടെ ആരും ഉണ്ടാവില്ല, ഞങ്ങൾ മാത്രമേ ഓഫീസിലുള്ളൂ. ഈ സമയത്താണ് ഈ സുനാമിയുടെ പ്രശ്നം വരുന്നത്. അപ്പോൾ വലിയൊരു പേടിയല്ലേ. കാരണം ഏത് സമയത്തും കന്യാകുമാരിയിലേക്ക് അടിച്ച സുനാമി നമ്മുടെ ഭാഗത്തേക്ക് അടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് പോലും ചിലപ്പോൾ ആരും അറിയില്ല, ഒരാൾ പോലും അറിയില്ല. അത്രയൊരു ഭീതിയോടെയാണ് നമ്മൾ ചെയ്തിരുന്നത്. പിന്നെ സ്പെഷ്യൽ ബുള്ളറ്റിനുകൾ നമ്മൾ കൊടുത്തിരുന്നത്. കാരണം അന്ന് പലപ്പോഴും പവർ ഫെയിലിയർ ആയതുകൊണ്ട് ആളുകൾക്ക് ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ കൊടുത്തിരുന്നു. അപ്പോൾ ആ അറിയിപ്പുകളൊക്കെ നമ്മൾ ഇതിൻ്റെ സ്റ്റുഡിയോ ഇത് അകത്തിരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും സമയത്ത് സുനാമി ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു. ഈ ബിൽഡിങ്ങൊക്കെ പെട്ടെന്ന് തകർന്നു പോകും, ഒരു രക്ഷയില്ല. പക്ഷേ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം കടപ്പുറം മുഴുവൻ ഭയങ്കര ജനക്കൂട്ടായിരുന്നു സുനാമി കാണാൻ വേണ്ടിയിട്ട്. അതങ്ങനെയുള്ള ഓടുന്ന ആനയുടെ പിന്നാലെ ആളുകൾ ഓടുമല്ലോ. എത്ര ആന മതം പൊട്ടി ഓടുകയാണെങ്കിൽ അല്ലെങ്കിൽ ആന കുഴപ്പക്കാരനായിട്ട് ഓടുകയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ നമ്മൾ ഓടും. നമ്മുടെ ഒരു സ്വഭാവം അതാണ്. അത് വെച്ചുകൊണ്ട് പോലീസുകാർ വളരെ ബുദ്ധിമുട്ടി ഇവിടുന്ന് ആളുകൾ പക്ഷേ അത്രയും പേടിച്ച് നിൽക്കുന്ന സമയത്ത് പോലും ഇതിനകത്ത് അതിനേക്കാളും പേടിയായിരുന്നു. ആ ഒരു ഭീതിയിലാണ് നമ്മളന്ന് ബുള്ളറ്റും കൈകാര്യം ചെയ്തിരുന്നത്. അതില്ല എന്ന് പറയാൻ വയ്യ. മനസ്സ് അത്രയും പേടിച്ചിട്ടായിരുന്നത്. ഏത് സമയത്തെങ്കിലും അത് എപ്പോഴാണ് വരെ എവിടെ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെങ്ങാനും വന്നിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ബുള്ളറ്റിനും കൊടുക്കാൻ ആളുണ്ടാവില്ല, നമ്മൾ തന്നെ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നത്. ഈ മറ്റൊരു കാര്യം ഈ സമയക്രമമാണ്. ഒരു ദിവസം തുടങ്ങുന്നത് ഏകദേശം ഒരു 3 മണിക്കാണ്. 3 മണിക്ക് എഴുന്നേൽക്കും. അപ്പോൾ സാധാരണ ആളുകൾ അല്ലെങ്കിൽ വളരെ വിരളായിട്ടാണ് ഈ 3 മണിക്കൊക്കെ ആളുകൾ എഴുന്നേക്കാറ്. ചില പ്രൊഫസേഴ്സ് എഴുന്നേക്കുന്ന കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളൊക്കെ ആ സമയത്ത് കടലിൽ പോകാനൊക്കെ എഴുന്നേക്കുന്ന കണ്ടിട്ടുണ്ട്. ഏകദേശം അതുപോലത്തെ ഒരു ജീവിത രീതിയാണല്ലോ. ഈ നേരത്തെ തുടങ്ങുക, ജീവിതം മൊത്തം ആ വിധത്തിലേക്ക് സമയക്രമം മാറുക, ആകാശവാണി വരുത്തിയ ദൈനംദിന ജീവിതത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ അതിനു മുമ്പ് ഒരു ഏകദേശം 5-5:30-6 മണിയൊക്കെ എഴുന്നേക്കുന്ന ആളാണ്. ഡൽഹിയിലാണെങ്കിൽ രാവിലെ ബുള്ളറ്റിന് നമ്മൾ 7:25 ബുള്ളറ്റിനാണെങ്കിൽ നമ്മൾ ശരിക്ക് ഒരു 6 മണിയാകുമ്പോൾ എത്തിയാൽ മതി. അപ്പോൾ നമുക്കൊരു 5 മണി വരെ കിടന്നുറങ്ങാനുള്ള സമയമുണ്ട്. വണ്ടി വരുന്നത് 5-5:15 വരുള്ളൂ. അപ്പോൾ ഒരു 4:30 വരെയെങ്കിലും നമുക്ക് ഉറങ്ങാം. അന്ന് പിക്കപ്പ് ഒക്കെ ഉണ്ട്. പിക്കപ്പ് ഉണ്ട്, അവിടെ പിക്കപ്പ് ഉണ്ടായിരുന്നു. പിക്കപ്പ് വരുന്നു. ഇപ്പം ഞാൻ സ്വന്തം വണ്ടിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പിക്കപ്പ് വരുന്നത് അന്ന് 3:30 മണിക്കാണ്. അപ്പോൾ നമ്മൾ 2:30-2:45 എഴുന്നേറ്റ് നമ്മൾ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു 8-9 മണിക്കെങ്കിലും ഉറങ്ങണം. അത് പലപ്പോഴും സാധ്യമാവില്ല. അപ്പം അവിടെ നമ്മുടെ ഉറക്കം നിന്നു. ഒരു 10 ആകുമ്പോൾ പിന്നെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും ചിന്തിക്കുന്നത് സമയമായോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും, ഉറക്കം വീണ്ടും മുറിഞ്ഞു.